വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരന്മാരെ, മഴക്കാലം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വർഷം അല്പം നേരത്തെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ശക്തമായൊരവസ്ഥയിലേക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും മഴയുമായി വലിയ ബന്ധമുണ്ട്. മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിൽ മഴ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ആദിയും വ്യാധിയും ഇറക്കുന്ന രൂപത്തിൽ മഴ ഉണ്ടാകാറുണ്ട്. ഓരോരുത്തരും അവരുടെ അവസ്ഥകൾക്കനുസരിച്ച് അവരുടെ ജീവിതവുമായി വ്യത്യസ്തങ്ങളായ രൂപത്തിൽ മഴ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ കൃഷി ഇറക്കി വിത്തിറക്കി കഴിഞ്ഞാൽ അവന് പ്രതീക്ഷിച്ച രൂപത്തിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൃഷിക്ക് അത് വളരെ ഉപകാരമായിരിക്കും. എന്നാൽ അപ്രതീക്ഷിതമായി കോരിച്ചൊരിയുന്ന മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമായിരിക്കും. കാരണം അവൻ ആ വർഷം ഇറക്കിയ വിത്ത് കൃഷി മുഴുവൻ നശിക്കുന്ന അവസ്ഥ ആ മഴ കൊണ്ടുണ്ടാകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മഴ അവന് പ്രയാസമായിരിക്കും. ആശ്വാസത്തിന്റെ മഴ പ്രതീക്ഷിച്ചു നിന്ന കർഷകന് അപ്പോൾ മഴ പ്രയാസമായിരിക്കും. വിവിധങ്ങളായ രൂപത്തിൽ മഴ ആളുകളെ, മനുഷ്യരെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഴയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ, മാനസിക പ്രയാസങ്ങളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ഒരു തിരിച്ചുവരവിനുള്ള വലിയ പ്രതീക്ഷയാണ് മഴ നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശൂറയുടെ 28-ാമത്തെ വചനത്തിൽ മഴയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് തന്നെ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു എന്നാണ്. മനുഷ്യൻ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ നിരാശയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ നിരാശക്ക് അറുതി എന്നോണം നിരാശ മാറ്റുന്ന രൂപത്തിൽ മഴയെ വർഷിപ്പിക്കുന്നവൻ അല്ലാഹു ആകുന്നു. വയൻശുറു റഹ്മത, എന്നിട്ട് അല്ലാഹു അവന്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ ലോകത്ത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാപിപ്പിക്കുകയും ചെയ്യും. ആ നിരക്ക് മനുഷ്യന് മനപ്രയാസം ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ, ആ നിരാശകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വർഷിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശൂറയിൽ പഠിപ്പിച്ചത്. മഴ വർഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായ തത്വങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ മഴ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയാണ് മഴ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം, അത്യുഷ്ണത്തിന് ശേഷമാണ് നമ്മുടെ നാടുകളിൽ മഴ വർഷിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം വരണ്ട ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുവരുന്ന കുറെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ വചനങ്ങളിൽ കാണുവാൻ സാധ്യമാക്കും. വരണ്ടുണങ്ങിയ ഭൂമി, വിണ്ടുകീറി തുടങ്ങിയ ഭൂമി, അതിനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന് ആളുകൾക്ക് തോന്നിപ്പോകുമാറ് ഭൂമിക്ക് മാറ്റം സംഭവിക്കാറുണ്ട്. എല്ലാം വറ്റി വരണ്ട് അവിടെ യാതൊരു പച്ചപ്പും കാണാത്ത രൂപത്തിൽ ഇനി ഒന്നും ആ മണ്ണിൽ മുളക്കില്ല എന്ന് ആളുകൾക്ക് തോന്നുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തേക്ക്, ആ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ വർഷിക്കും. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ, അല്ലാഹു പറയുകയാണ് അനുഗ്രഹത്തിന്റെ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിക്കും. അങ്ങനെ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, ആ വരണ്ടുണങ്ങിയ ഭൂമിയിൽ നിന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷിച്ച മഴയിലൂടെ കൊണ്ടുവരുന്നത് ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, നല്ല ഇടതൂർന്ന തോട്ടങ്ങളാണ്. അതേപോലെ തന്നെ കായ്കനികൾ നിറഞ്ഞ രൂപത്തിൽ ചെടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. യുംബിതു ലക്കും ബിഹി അസ്സർഅ വസ്സൈതൂന വന്നഖീല വൽഅനാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹലിന്റെ 10-11 വചനങ്ങൾ പഠിപ്പിച്ചത് ആ കാര്യമാണ്. ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നത്
കൃഷിയെ അല്ലാഹു സുബ്ഹാനഹു വ മുളപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈത്തൂനിനെ, അതേപോലെ ഈത്തപ്പനയെ, നഖീലിനെ, മുന്തിരി, അനാബിനെ തുടങ്ങിയ അതേപോലെ എല്ലാവിധ ഫലവൃക്ഷങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയിൽ നിന്ന് പിന്നെ മുളപ്പിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ടെൻഷൻ അനുഭവിക്കുന്ന, മനപ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു തിരിച്ചുവരവിനുള്ള സൂചന, ഒരു ശുഭപ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ നൽകുകയാണ്. അസുഖം പിടിപെട്ട് നല്ല ആരോഗ്യാവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രായാധിക്യം കൊണ്ടോ അതിലേക്ക് മറ്റെന്തെങ്കിലും കൊണ്ടോ ഒക്കെ അസുഖം ബാധിച്ച് ശരീരം തളർന്നു തുടങ്ങിയിട്ട് ഇനി എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കേണ്ടതില്ല, അവിടെ നിന്നും ഒരു തിരിച്ചുവരവ് സാധ്യമാണ് എന്ന പ്രതീക്ഷ മഴ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു നൽകുന്നുണ്ട്. സാമ്പത്തികമായി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ, താൻ ആരംഭിച്ച ബിസിനസ് പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഇനിയും എനിക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന പ്രതീക്ഷ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള പിന്നെ അവസ്ഥകളും സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ വീടും സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും ഇനിയും എനിക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല വരണ്ടുണങ്ങിയ മണ്ണിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലൂടെ മഴയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. പരീക്ഷയിൽ ഒരുപാട് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പഠനങ്ങൾ കുറെ പിന്നിലായിരുന്നു, എങ്കിലും എനിക്ക് ഈ വർഷത്തിൽ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്, എനിക്ക് സാധ്യമാകുമെന്ന ഒരു ശുഭപ്രതീക്ഷ മഴ നമുക്ക് നൽകുന്നുണ്ട്. അത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ പ്രത്യേകതയെക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവൻ എപ്പോഴും ശുഭപ്രതീക്ഷ ഉള്ളവനായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങളിൽ, നിത്യനൈരാശ്യത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി ഉണ്ടാവുകയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പഠിപ്പിച്ചത് അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ അവസ്ഥ അത് എന്തൊരു അത്ഭുതമാണ് എന്നാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവന് വലിയ ഖൈറാണ്, നന്മയാണ്. അവന് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ നന്ദി കാണിക്കുന്നവനാകും. എന്നാൽ വൈൻ അസാബഹു ദർറ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നശിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി എന്താ നടക്കുക എന്ന രൂപത്തിൽ അവൻ ഒരിക്കലും ചിന്തിക്കുകയില്ല. മനം മടുത്ത് നിരാശയിൽ അവൻ മാറുകയില്ല. ആത്മഹത്യയിലേക്കോ ഒളിച്ചോട്ടങ്ങളിലേക്കോ ഒരു വിശ്വാസി പോവുകയില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ പലതും കാണുന്നുണ്ട്. ബിസിനസ് പൊളിഞ്ഞപ്പോൾ പിന്നെ ഇനി എനിക്കൊരു തിരിച്ചറിവില്ല എന്ന് തോന്നിയിട്ട് തന്റെ കുടുംബത്തെ മുഴുവൻ ഒറ്റക്കാക്കിയിട്ട് ഒളിച്ചോടുന്ന, ആത്മഹത്യ നടത്തുന്ന ആളുകളെ സമൂഹത്തിൽ കാണാറുണ്ട്. വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. പ്രവാചകനെ പഠിപ്പിക്കുന്ന അവനൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ ക്ഷണിക്കും, ഇനി എനിക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന് അവൻ പ്രതീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബദർ യുദ്ധം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദറിലേക്ക് പുറപ്പെട്ടത് ഒരിക്കലും യുദ്ധത്തിനായിരുന്നില്ല. 300-ൽ പരം വരുന്ന കുറഞ്ഞ സംഘവുമായി കൊണ്ട് പ്രവാചകൻ പോയത് അബൂ സുഫിയാന്റെ സംഘത്തെ, കച്ചവട സംഘത്തെ തടയാനും ആ കച്ചവട സ്വത്ത്, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് കച്ചവടത്തിന് പോയി നേടിയെടുത്ത ലാഭം അത് പിടിച്ചു വെക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായിരുന്നു റസൂലും സഹാബികളും മദീനയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? അബൂ സുഫിയാൻ പറഞ്ഞയച്ച ആളെ, അവന്റെ വാക്ക് കേട്ടിട്ട് അബൂജഹലും സംഘവും വലിയ സർവ്വവിധ സൈന്യ സന്നാഹങ്ങളുമായി കൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടു. വിശ്വാസികളെ മുച്ചൂടെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞത്? നമ്മുടെ കയ്യിൽ ഒട്ടകമില്ല, നമ്മുടെ കയ്യിൽ വലിയ കുതിരകളില്ല, നമുക്കെല്ലാവർക്കും ആളോഹരിക്കനുസരിച്ച് വാള് പോലുമില്ല, ചില ആളുകൾ പൊട്ടിയ വാളാണ്, ഒക്കെ തീർന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഒന്നും നടക്കൂലല്ലോ എന്ന് വിചാരിച്ച് മനം മടുത്ത് സഹാബികളുടെ കൂടെ ഒളിച്ചോടാനായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിസ്ഥിതി ചെയ്തത്. മറിച്ച് സഹാബികളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ആലോചിക്കുന്നു, ചർച്ച നടത്തുന്നു. പ്രവാചകനും സഹാബികളും യുദ്ധത്തിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ചില ആളുകളുടെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിന്റെ 11-ാമത്തെ വചനത്തിൽ അവർക്ക് എങ്ങനെയാണ് പ്രതീക്ഷ നൽകിയത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അത് മഴയിലൂടെയായിരുന്നു.
അല്ലാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിർഭയത്വമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മനഃശാന്തിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉറക്കം നൽകിയിട്ടുണ്ട്. അതേപോലെ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഇൻ, ആകാശത്തിൽ നിന്നും നാം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകി, വെള്ളം വർഷിപ്പിച്ചു നൽകി. എന്തിനാണ്? ലിയുതഹിറകും ബിഹി, നിങ്ങളെ ശുദ്ധിയാക്കുവാൻ വേണ്ടി. വയുദിഹിബു അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ ചിന്തകൾ, പൈശാചികമായ ദുർബോധനങ്ങൾ നിങ്ങളിൽ നിന്നും പരിപൂർണമായും നീക്കിക്കളയാൻ വേണ്ടി. വലിയർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട്. വയുസബ്ബിത് ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ കാലുകൾ, പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നാം നിങ്ങൾക്ക് മഴ നൽകിയെന്ന്. നിങ്ങൾ നോക്കൂ, സഹാബികൾ നിരാശയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലേക്ക് മഴവെള്ളം ആകാശത്തു നിന്നും ഇറങ്ങുന്ന സമയത്ത് ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയിലൂടെ അവരുടെ നിരാശയെ നീക്കിക്കൊടുക്കുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുകയാണ്. ഇല്ല, നമ്മൾ നശിപ്പിക്കപ്പെടുകയില്ല, നമുക്ക് തിരിച്ചു വരാൻ സാധ്യമാകും, നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ വിശ്വാസികൾക്ക് നൽകുകയാണ്. നേരിട്ട് മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മനസ്സിലേക്ക് സ്ഥൈര്യം കൊടുത്തതിനെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഓരോ വർഷവും നമ്മൾക്ക് കിട്ടുന്ന മഴ എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. പല നാടുകളും വരണ്ടു കഴിഞ്ഞു, അവിടെ ഇനി വെള്ളമില്ല. പുറത്തുനിന്നുള്ള വെള്ളത്തിന് വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന അവസ്ഥാവിശേഷമുള്ള ഇടങ്ങളിൽ പോലും അവരുടെ കിണറുകൾ നിറഞ്ഞൊഴുകുന്നു. അവരുടെ വീടുകളിൽ സമൃദ്ധമായി കൊണ്ട് വെള്ളം ലഭിക്കുന്നു. എല്ലാം നശിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ വിചാരിക്കുന്നിടത്ത് നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശുഭപ്രതീക്ഷ. എന്തൊക്കെ നശിച്ചു കഴിഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ഇല്ലാതാകുമെന്ന് വിചാരിച്ചാലും അതിൽ നിന്നെല്ലാം ഒരു തിരിച്ചുവരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ള പ്രതീക്ഷ മഴ നൽകുന്നു. സഹോദരിമാരെ, വിശ്വാസികളെ, ഈ ശുഭാപ്തി വിശ്വാസം നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും മരണപ്പെടുവാൻ വേണ്ടി പാടില്ല. അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നല്ല ചിന്തയോടുകൂടിയല്ലാതെ അവൻ മരിക്കാൻ പാടില്ല. എപ്പോഴും സഹോദരന്മാരെ, നമുക്ക് നിരാശ ഉണ്ടാകുവാൻ പാടില്ല. വിശ്വാസിക്ക് ഒരിക്കലും നിത്യനിരാശയില്ല. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാം നശിച്ചു, തകർന്നുവെന്ന് വിചാരിച്ചിടത്ത് നിന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും തുറവയും നൽകിയിട്ടുണ്ട്. താൻ ഇല്ലാതായിരിക്കുന്നു, മരണപ്പെടാൻ പോകുന്നു എന്ന് വിചാരിച്ചിടത്ത് നിന്ന് മത്സ്യത്തിന്റെ വായിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിരിച്ചുവരവ് നൽകിയിട്ടുണ്ട്. സമൂഹം മുഴുവനും ഒറ്റക്കാക്കിയിട്ട് മാറ്റി നിർത്തി കത്തിക്കരിക്കാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിരാശപ്പെട്ട് മാറി നിന്നിട്ടില്ല. എനിക്കൊരു തിരിച്ചുവരവുണ്ട്, അള്ളാഹു എന്നെ കൈവിടില്ല എന്ന് ആ പ്രവാചകനെ ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം തിരിച്ചടികൾ നേരിട്ടതിന് ശേഷം ഒരു തിരിച്ചുവരവ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം അവരുടെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, മഴ നമ്മളിലേക്ക് ഇറങ്ങുന്ന ഈ മഴ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിന് നമുക്ക് വലിയ ചിന്ത ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ തിന്മകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല എന്നൊരാൾ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് പഠിപ്പിക്കുന്നില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാ. പ്രവാചക, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, തിന്മകൾ ചെയ്ത് ഒരുപാട് ചെയ്തു, ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല, അള്ളാഹു എനിക്ക് പുറത്തു നൽകില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ലാ തഖനതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകണ്ട. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മഴ നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ
നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ഈ മഴയെ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് എന്തൊക്കെ പ്രയാസമുണ്ടോ അതിലെല്ലാം നമുക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങളായി കുട്ടിയില്ല എന്ന വിഷയത്തിൽ നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സമൂഹത്തിലൂടെ നിരാശയുടെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ ഏതു സമയത്തും ഒരു കുട്ടിയെ നൽകാൻ അല്ലാഹുവിന് കഴിയും എന്ന് മഴ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് മച്ചിയായ വരണ്ട ഒരു ഭൂമിയിൽ അല്ലാഹു മണ്ണിൽ നിന്നും ചെടികളെ മുളപ്പിച്ചിട്ടുണ്ട്. പിന്നെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ മച്ചിയായിട്ട് ഇനി ഒരിക്കലും പ്രസവിക്കില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും ആ സ്ത്രീയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ ആ പ്രവാചകന് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള പരിപൂർണമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സഹോദരന്മാരെ, നിരാശ, ടെൻഷൻ, ഡിപ്രഷൻ തുടങ്ങിയതൊന്നും ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല. ആ ഒരു ആശ്വാസത്തിന്റെ കിരണങ്ങൾ നമ്മുടെ മേൽ വർഷിക്കുന്ന മഴ നമുക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഴ നമ്മോട് സംസാരിക്കുന്ന പ്രതീക്ഷയുടെ ഈ വചനങ്ങൾ, പ്രതീക്ഷയുടെ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതല്ല ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, ഒരിക്കലും ഒരു ശാശ്വതമായ തിരിച്ചുവരവ് നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. പ്രവാചകന്റെയും സഹാബികളുടെയും മുൻഗാമികളായ പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ അല്ലാഹുവിൽ പരിപൂർണമായും ഭരമേൽപ്പിച്ചപ്പോൾ, അല്ലാഹുവിൽ പരിപൂർണമായി തവക്കുൽ ചെയ്തപ്പോൾ, അല്ലാഹുവിൽ പരിപൂർണമായി പ്രതീക്ഷ അർപ്പിച്ചപ്പോൾ, എല്ലാ റജാഉം തവക്കുലും എല്ലാം തന്റെ റബ്ബിലേക്ക് അർപ്പിച്ചപ്പോൾ അവർക്ക് നിരാശയും ഉണ്ടായിട്ടില്ല, അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഭൗതികമായ സാഹചര്യങ്ങളും കഴിവുകളും തനിക്കുണ്ടായ നേട്ടങ്ങളിൽ മാത്രം അവലംബിച്ച ഖാറൂനെയും ഹാമാനെയും പിന്നെ ഫിർഔനെയും പോലെയുള്ള ആളുകളെല്ലാം അവർ നശിപ്പിക്കപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ കെട്ടിപ്പണങ്ങി നിൽക്കാതെ അല്ലാഹുവിൽ പരിപൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇബാദത്തുകളുമായി കൊണ്ട് വിശ്വാസം നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിരാശ പരിപൂർണമായി മാറ്റിവെച്ച് അല്ലാഹുവിൽ പരിപൂർണമായി പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂലു ഖദമ ഇബ്നി ആദം ഹത്താ യുസ്അലു അൻ ഖംസിൻ. ഖിയാമത്ത് നാളിൽ ആദം സന്തതിയുടെ കാല് 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ, ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷമല്ലാതെ മുന്നോട്ട് വെക്കാൻ സാധ്യമാകില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഒന്ന്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്, ഫീമ അഫ്നാഹു, അത് എന്തിലാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്ന്. വഅൻ ശബാബിഹി, അവൻ്റെ യൗവനത്തെ കുറിച്ച്, ഫീമ അബ്ലാഹു, അത് എന്തിലാണ് നശിപ്പിച്ചു കളഞ്ഞതിനെ കുറിച്ച്. വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ച്, മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അത് എങ്ങനെ സമ്പാദിച്ചുവെന്നും എന്തൊന്നിൽ ചെലവഴിച്ചുവെന്നും. വഅൻ ഇൽമിഹി, അവൻ്റെ ഇൽമിനെ കുറിച്ച്, മാദാ അമില ഫീമ അലിമ, അവൻ നേടിയെടുത്ത ഇൽമിൽ നിന്നും അവൻ എന്ത് പ്രവർത്തിച്ചു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അഥവാ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങളും നമ്മുടെ യൗവനവും നമ്മുടെ ജീവിതവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതിന് ശേഷം ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കാല് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാൻ വേണ്ടി കഴിയുക. സഹോദരന്മാരെ, ഈ കാര്യം പ്രത്യേകം ഇപ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാടുകളിൽ ഒരു വേൾഡ് കപ്പ് വരുന്ന സമയത്ത് അതിൻ്റെ പേരിൽ തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തുമൊക്കെ അനാവശ്യമായി കൊണ്ട് ചെലവഴിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ വ്യാപിച്ചു വരികയാണ്. വണ്ടിയെടുത്ത് അങ്ങനെ പോകുന്ന സമയത്ത് റോഡഞ്ച് 2 ഭാഗത്തും ആളുകളെ തോൽപ്പിക്കുന്ന രൂപത്തിൽ മത്സരബുദ്ധിയോടുകൂടി വലിയ വലിയ ഫ്ലക്സുകളും അതേപോലെ തന്നെ കൊടിതോരണങ്ങളുമൊക്കെ ആളുകൾ കെട്ടിത്തൂക്കുന്നു. എത്ര സമ്പത്താണ് അതിൻ്റെ പേര് നശിപ്പിക്കുന്നത്.
തൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഫാനാണെങ്കിൽ അവർ ഒരു വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ളത് ഞങ്ങൾ വെക്കുമെന്ന്, അതിന് എത്ര പൈസയും കുടിക്കേണ്ടി വന്നാൽ ഒരു കുഴപ്പവുമില്ല എന്ന ചിന്തയിലേക്ക് നമ്മുടെ നാട്ടിലെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹു നൽകിയ സമ്പത്ത് എന്തിൽ ചെലവഴിച്ചു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൃത്യമായി ചോദിക്കും. ആ ചോദ്യം നമ്മൾക്ക് അള്ളാഹുവിന് മുമ്പിൽ എന്തുണ്ട് കൊടുക്കാൻ മറുപടി? നാടുകളിൽ ഇത്തരം മാമാങ്ങൾ നടക്കുമ്പോൾ അതിനു വേണ്ടി ഇറങ്ങുന്ന രാജ്യങ്ങൾക്കും കളിക്കാർക്കും അവർ ജയിച്ചാലും തോറ്റാലും അവർക്ക് നേട്ടമുണ്ട്, സാമ്പത്തിക ലാഭമുണ്ട്. ഇത് കണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന, അവർക്ക് വേണ്ടി ഫ്ലക്സ് അടിക്കുന്ന ആളുകൾക്ക് എന്തു നേട്ടമാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതിനേക്കാൾ മൗഢ്യമായ ഒരു കാര്യം മറ്റെന്താണുള്ളത്? തൻ്റെ സമ്പത്ത് എന്തിനോ വേണ്ടി കളയുന്നു. ഇനി താൻ വിചാരിച്ച് താൻ വലിയ 1000കണക്കിന് 10000കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുണ്ടാക്കിയ ഫ്ലക്സ് അടിച്ചിട്ട് തൻ്റെ ടീം 1ാമത്തെ റൗണ്ടിൽ തോറ്റ് പുറത്തായാൽ അവൻ എന്ത് നഷ്ടമാണ്? നിരാശ മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം വാക്തർക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളുടെ സമ്പത്ത് ഇത്തരത്തിൽ അനാവശ്യമായി കൊണ്ട് പോകുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഇത്തരം ഭ്രാന്തുകൾക്ക് പിന്നാലെ പോകുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിനുവേണ്ടി, ആ കളികൾക്ക് വേണ്ടി, അത് കാണാനും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. പാതിരാക്കൊക്കെ ഉണ്ടാകുന്ന കളികൾക്ക് വേണ്ടി അലാറം വെച്ച് ഉറങ്ങി എഴുന്നേൽക്കാൻ ആളുകൾ തയ്യാറാകുന്നു. സഹോദരന്മാരെ, അത്തരം കളികൾ കാണാൻ വേണ്ടി നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ നൽകാം. എന്നോട് ചോദിക്കുന്നവനെല്ലാം ഞാൻ നൽകാം. പാപമോചനം തേടുന്നവന് ഞാൻ നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നമ്മളെ വന്ന് ആകാശലോകത്തിൽ 1ാം ആകാശത്ത് വന്നിറങ്ങി വന്നിട്ട് വിളിച്ചിട്ട് നമ്മൾ അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്നില്ല. പിന്നെ ഏതോ ഒരു കളി ആളുകൾ വിളിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെയും വിളിക്കും എത്രത്തോളം മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഒന്ന് സ്വയം ആത്മവിചാരണ നടത്തി മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ വിഷയങ്ങളിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ അധ്വാനവും നമ്മുടെ സമയവും ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ മറുപടി കൊടുക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ നല്ല രൂപത്തിൽ മാത്രം നമ്മുടെ സമ്പത്തും നമ്മുടെ ഒഴിവ് സമയവും നമ്മുടെ ആരോഗ്യവും ആയുസ്സും എല്ലാം ചെലവഴിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സൂക്ഷ്മതയോടുകൂടി സമയത്തെയും സമ്പത്തെയും ചെലവഴിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.